ഡിഗ്രി പഠിക്കാൻ ഇനി തടസ്സങ്ങളില്ല. നിങ്ങളുടെ കയ്യിൽ ഒരു സ്മാർട്ട് ഫോൺ ഉണ്ടോ? എന്നാൽ നിങ്ങൾക്ക് ഡിഗ്രി ബാസ് സ്റ്റഡി സെന്ററിലൂടെ പഠിക്കാം. ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി ആയതുകൊണ്ട് നിങ്ങൾക്ക് PSC, UPSC പോലുള്ള എക്സാമുകൾക്കും അപ്ലൈ ചെയ്യാം. ഇനി വാല്യൂന്റെ കാര്യത്തിൽ നോ ടെൻഷൻ. ഇനി നിങ്ങൾ ആരും ഡിഗ്രി ഇല്ലാത്തതിന്റെ പേരിൽ റിജക്ട് ചെയ്യില്ല. സോ കൂടുതൽ വിവരങ്ങൾക്ക് കോൺടാക്ട് ചെയ്യൂ. ബാസ് സ്റ്റഡി സെന്റർ, കോർപ്പറേറ്റ് ഓഫീസ്, G3104, JNIS, കലൂർ, കൊച്ചി 682017. ഹലോ എവ്രി വൺ, ബാസ് ഓൺലൈൻ ഡിഗ്രി ചാനലിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരുപാട് നാളായിട്ട് ഇഗ്നൂന് ജോയിൻ ചെയ്ത സ്റ്റുഡൻസും അല്ലാത്ത സ്റ്റുഡൻസും നമ്മളുടെ അടുത്ത് റെഗുലറായിട്ട് ചോദിക്കുന്ന ഒരു കാര്യമാണ് ക്രെഡിറ്റ് ട്രാൻസ്ഫർ എന്ന് പറയുന്നത്. അപ്പോൾ ആർക്കൊക്കെ ക്രെഡിറ്റ് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും, എങ്ങനെയാണ് അതിൻ്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻ വരുന്നത് എന്നൊക്കെയാണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽ വീഡിയോയിലേക്ക് കടക്കാം. നാഷണൽ വാല്യൂഡ് ആയിട്ടുള്ള ഇന്ദിരാഗാന്ധി ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ എടുക്കുന്ന ആഗ്രഹിക്കുന്ന സ്റ്റുഡൻസ് ഉടൻ തന്നെ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. BA, BCom, BBA, BSW മുതലായ കോഴ്സുകൾക്കാണ് നമ്മൾ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ക്രെഡിറ്റ് ട്രാൻസ്ഫർ എന്താന്ന് ഓൾമോസ്റ്റ് എല്ലാ സ്റ്റുഡൻസിൻ്റെ ഒരു ഡൗട്ടാണ്. ഇഗ്നു യൂണിവേഴ്സിറ്റിയിലെ ക്രെഡിറ്റ് ട്രാൻസ്ഫർ ചെയ്യുന്നെങ്കിൽ ഒരുപാട് ക്രൈറ്റീരിയാസ് ഉണ്ട്. അപ്പോൾ അത് ഏതൊക്കെയാണ് എന്നറിയാത്ത ഒരുപാട് സ്റ്റുഡൻസ് ഉണ്ട്. എങ്ങനെയൊക്കെയാണ് ക്രെഡിറ്റ് ട്രാൻസ്ഫർ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ പകുതി വഴിയിൽ ഡിഗ്രി മുടങ്ങിപ്പോയി, അല്ലെങ്കിൽ പഠിപ്പ് ക്യാൻസൽ ചെയ്യേണ്ടി വന്നു, അപ്പോൾ ഇനി കണ്ടിന്യൂ ചെയ്യണമെങ്കിൽ സ്റ്റാർട്ടിങ് മുതൽ കണ്ടിന്യൂ ചെയ്യണോ, അല്ലെങ്കിൽ നേരത്തെ പഠിച്ച യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഇഗ്നു യൂണിവേഴ്സിറ്റിയിലേക്ക് ക്രെഡിറ്റ് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുമോ, അങ്ങനെ ഒരുപാട് ഡൗട്ട്സ് ആണ് നമ്മളുടെ എല്ലാ സ്റ്റുഡൻസിനും ഉള്ളത്. അപ്പോൾ അതിന് ഒരു ഉത്തരം എന്ന് പറയുന്നത് ഇഗ്നു യൂണിവേഴ്സിറ്റിയിലും ക്രെഡിറ്റ് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. എന്നിരുന്നാൽ കൂടെ ഒരുപാട് ക്രൈറ്റീരിയാസ് എല്ലാ യൂണിവേഴ്സിറ്റി പോലെ തന്നെ ഇഗ്നു യൂണിവേഴ്സിറ്റിക്കും ഉണ്ട്. ആ ക്രൈറ്റീരിയാസ് ഒക്കെ ഓവർകം ചെയ്താൽ മാത്രമാണ് നിങ്ങൾക്കും ക്രെഡിറ്റ് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ഏതൊക്കെയാണ് ആ മിനിമം പറയുന്ന റൂൾസ് ആൻഡ് റെഗുലേഷൻ എന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എക്സ്റ്റേണൽ ക്രെഡിറ്റ് ട്രാൻസ്ഫറും ഇന്റേണൽ ക്രെഡിറ്റ് ട്രാൻസ്ഫറും യൂണിവേഴ്സിറ്റി അലോ ചെയ്യുന്നുണ്ട്. എക്സ്റ്റേണൽ എന്ന് പറയുന്നത് പുറമെ ഏതെങ്കിലും യൂണിവേഴ്സിറ്റി കംപ്ലീറ്റ് ചെയ്ത അല്ലെങ്കിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സ്റ്റുഡൻസിനെ നമുക്ക് ക്രെഡിറ്റ് ട്രാൻസ്ഫർ ചെയ്യാം. അതുപോലെ ഇന്റേണൽ ഇഗ്നു യൂണിവേഴ്സിറ്റി പഠിച്ചുകൊണ്ടിരിക്കുന്ന സ്റ്റുഡൻറ്റിനും ക്രെഡിറ്റ് ട്രാൻസ്ഫർ ചെയ്യാം. അപ്പം അതിന് നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് റൂൾസ് ആൻഡ് റെഗുലേഷൻ ഉണ്ട്. നിങ്ങൾ പഠിക്കുന്ന യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത് UGC അപ്രൂവ്ഡ് ആയ യൂണിവേഴ്സിറ്റി ആയിരിക്കണം. എങ്കിൽ മാത്രമാണ് ഇഗ്നു യൂണിവേഴ്സിറ്റിയുടെ അണ്ടറിൽ നിങ്ങൾക്ക് ക്രെഡിറ്റ് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പം അത് നിങ്ങൾ മറക്കരുത്. അതുപോലെ 30 ക്രെഡിറ്റ്സിന് ഈക്വൽ ആയിരിക്കണം നിങ്ങൾ ഓൾറെഡി പഠിച്ച യൂണിവേഴ്സിറ്റി ആണെങ്കിൽ കൂടെ 30 ക്രെഡിറ്റ്സ് അല്ലെങ്കിൽ അതിന് ഈക്വലന്റ് ആയിട്ടുള്ള മാർക്ക് കീപ്പ് ചെയ്യുന്ന ഒരു സിലബസ് ആയിരിക്കണം നിങ്ങൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കേണ്ടത്. അതുപോലെ 55% മാർക്കിന് നിങ്ങൾ പാസ് ആയിരിക്കണം. ആ ഒരു സബ്ജക്ട് നിങ്ങൾ എടുത്തുകൊണ്ടിരിക്കുന്ന ഡിഗ്രി 55% നിങ്ങൾക്ക് മിനിമം കിട്ടിയിരിക്കണം. ഓർ ഈക്വലന്റ്, അതായത് മാർക്കോ ക്രെഡിറ്റോ ഏതാണെങ്കിൽ അതിന് 55%-ന് ഈക്വൽ ആയിട്ടാണ് നിങ്ങൾ ആ ഒരു സബ്ജക്റ്റ് പാസ് ആയിരിക്കേണ്ടത്. അപ്പം ആ ഒരു സർട്ടിഫിക്കേഷൻ ആണ് നമുക്ക് ഇഗ്നു യൂണിവേഴ്സിറ്റിയിൽ ട്രാൻസ്ഫർ ചെയ്യണമെങ്കിൽ വേണ്ടത്. അപ്പം അത് നിങ്ങൾ മറക്കരുത്. അതുപോലെ കോഴ്സ് ഡ്യൂറേഷൻ എന്ന് പറയുന്നത് നിങ്ങൾ പഠിച്ച കോഴ്സും ഇഗ്നു യൂണിവേഴ്സിറ്റിയിൽ പ്രൊവൈഡ് ചെയ്യുന്ന കോഴ്സിനും സെയിം ഡ്യൂറേഷൻ ആയിരിക്കണം. ഇന്നത്തെ കാലത്ത് അറിയാം ഒരുപാട് ഡിഗ്രി കോഴ്സുകൾ 6 മാസത്തേക്ക് ഉണ്ടായിരിക്കും. അപ്പോൾ ഇഗ്നു യൂണിവേഴ്സിറ്റി പ്രൊവൈഡ് ചെയ്യുന്ന ഡ്യൂറേഷൻ എന്ന് പറയുന്നത് മിനിമം 3 ഇയർ ആണ് ഡിഗ്രി കോഴ്സിന്. അപ്പോൾ നിങ്ങൾ ഓൾറെഡി എടുത്തിരിക്കുന്ന യൂണിവേഴ്സിറ്റിയിലും സെയിം ഡ്യൂറേഷൻ തന്നെയല്ലേ എന്ന് നിങ്ങൾ ക്രോസ് ചെക്ക് ചെയ്യണം. അതുപോലെ സിലബസും അക്കാദമിക്സും ഓൾമോസ്റ്റ് സെയിം ആയിരിക്കണം. അല്ലാതെ പല രീതിയിൽ എക്സാം നടത്തുന്ന ഒരുപാട് യൂണിവേഴ്സിറ്റീസ് ഉണ്ട്. അതായത് ഇപ്പോൾ ഓൺലൈനായിട്ടും എങ്ങനെയാണെങ്കിൽ കൂടെ സെമസ്റ്റർ വൈസോ ഇയർ വൈസോ അല്ലാതെ പല രീതിയിലും എക്സാം നടത്തുന്ന യൂണിവേഴ്സിറ്റീസ് ഉണ്ട്. അപ്പം അങ്ങനെ ആയിരിക്കരുത്. ഒന്നുകിൽ ഇഗ്നു ഫോളോ അപ്പ് ചെയ്യുന്ന രീതിയിലുള്ള സിലബസും അവരുടെ പാറ്റേണിലും കീപ്പ് ചെയ്യുന്ന യൂണിവേഴ്സിറ്റിയിൽ നിന്ന് മാത്രമാണ് നമുക്ക് ക്രെഡിറ്റ് ട്രാൻസ്ഫറിന് വേണ്ടി ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം അത് നിങ്ങൾ മനസ്സിലാക്കണം. അതുപോലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ക്രെഡിറ്റ് ട്രാൻസ്ഫർ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന സ്റ്റുഡൻസ് മസ്റ്റ് ആയിട്ടും നിങ്ങളുടെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം, അല്ലെങ്കിൽ കോഴ്സ് എവിടെ വെച്ചാണോ സ്റ്റോപ്പ് ചെയ്തത് അവിടുന്ന് വിത്തിൻ 2 ഇയേഴ്സിനുള്ളിൽ നിങ്ങൾ ക്രെഡിറ്റ് ട്രാൻസ്ഫർ ചെയ്യാനുള്ള ഓപ്ഷൻ ചൂസ് ചെയ്യണം. അപ്പോൾ ഒരു 2 ഇയർ
ഡ്യൂറേഷൻ ആണ് നിങ്ങൾക്ക് കിട്ടുന്നത്. അത് നിങ്ങൾ മറക്കരുത്. കാരണം ഒരുപാട് നാളെ ഇപ്പോൾ പല സ്റ്റുഡൻസും നമ്മളെ എൻക്വയറി ചെയ്യുന്ന ഒരു കാര്യമാണ് 5 വർഷമായി ഓൾറെഡി ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തിട്ട് അല്ലെങ്കിൽ സ്റ്റോപ്പ് ചെയ്തിട്ട് അപ്പോൾ ഇങ്ങോട്ട് ക്രെഡിറ്റ് ട്രാൻസ്ഫർ ചെയ്യണം, അപ്പോൾ എന്താണ് ചെയ്യേണ്ടതെന്ന്. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, വിത്തിൻ 2 ഇയേഴ്സിനുള്ളിൽ തന്നെ നിങ്ങൾ ക്രെഡിറ്റ് ട്രാൻസ്ഫർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഡീറ്റെയിലും കാര്യങ്ങളും ഫോളോ അപ്പ് ചെയ്തിട്ട് വേണം ക്രെഡിറ്റ് ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ട്. അതുപോലെ നിങ്ങളുടെ ഡോക്യുമെന്റ്സും സർട്ടിഫിക്കേഷൻസും മസ്റ്റായിട്ടും വേണം. അതായത് ക്രെഡിറ്റ് ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ റിസൾട്ട് വന്നിട്ടില്ല, അങ്ങനെയുള്ള ഓപ്ഷനിലൊന്നും ക്രെഡിറ്റ് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റില്ല. റിസൾട്ടും എല്ലാ കാര്യങ്ങളും വന്നതിന് ശേഷം നിങ്ങളുടെ മാർക്ക് ഷീറ്റും സർട്ടിഫിക്കറ്റും നിങ്ങൾക്ക് ഉണ്ടായിരിക്കും. എങ്കിൽ മാത്രമാണ് നിങ്ങൾക്ക് ക്രെഡിറ്റ് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പം ഇത്തരം കാര്യങ്ങളൊക്കെയാണ് ബേസിക് ആയിട്ട് ക്രെഡിറ്റ് ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇഗ്നോ യൂണിവേഴ്സിറ്റി പറയുന്ന റൂൾസ്. ഇതല്ലാതെ ഇന്റേണലി ഒരുപാട് റൂൾസ് ഉണ്ട്. ഞാൻ മിനിമം ബേസിക് ആയിട്ടുള്ള റൂൾസ് ആണ് നിങ്ങൾക്ക് പറഞ്ഞു തന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഫോളോ അപ്പ് ചെയ്തിട്ടാണ് ഇഗ്നോ യൂണിവേഴ്സിറ്റി ക്രെഡിറ്റ് ട്രാൻസ്ഫർ ചെയ്യുന്നത്. അപ്പോൾ എല്ലാ യൂണിവേഴ്സിറ്റിയും, ഞാൻ പറഞ്ഞത് ഒന്നുകൂടെ നിങ്ങൾ ശ്രദ്ധിക്കുക, എല്ലാ യൂണിവേഴ്സിറ്റികളിൽ നിന്നും ഒരു പക്ഷേ ക്രെഡിറ്റ് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. ഇതുപോലെയുള്ള ഒരുപാട് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് കംപ്ലീറ്റ് ചെയ്യുന്ന സ്റ്റുഡൻസിന് മാത്രമാണ് ക്രെഡിറ്റ് ട്രാൻസ്ഫർ ഓപ്ഷൻ ഉള്ളത്. അപ്പോൾ ക്രെഡിറ്റ് ട്രാൻസ്ഫറിൻ്റെ ഒരു ബേസിക് ഐഡിയ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. കൂടുതൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക, നമ്മളുമായിട്ട് കോൺടാക്ട് ചെയ്യുക. കോൺടാക്ട് ചെയ്യേണ്ട നമ്പർ താഴെ കൊടുത്തിരിക്കുന്നുണ്ട്. നമ്മുടെ ഹെൽപ്പ് ഡെസ്ക് നിങ്ങൾ മസ്റ്റായിട്ടും റിട്ടേൺ കോൺടാക്ട് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും കോൺടാക്ട് ചെയ്യുക. അതുപോലെ അഡ്മിഷൻ എടുക്കണമെന്ന് ആഗ്രഹിക്കുന്ന സ്റ്റുഡൻസും നമ്മളെ കോൺടാക്ട് ചെയ്യുക. കൂടുതൽ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് ആയിട്ട് നമ്മൾ ഉടനെ തന്നെ വരുന്നതായിരിക്കും. എനിവേ, താങ്ക് യു.